ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് 18 വർഷം മുമ്പ് നടന്നൊരു പ്രേതാനുഭവമാണ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലേക്ക് റീച്ച് ചെയ്യാവുന്നതാണ്. അതിലൂടെ ഒരു ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് മെസ്സേജായോ ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഞാനുമായി പങ്കുവയ്ക്കാവുന്നതാണ്. ഈ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ച സുഹൃത്തിൻ്റെ യഥാർത്ഥ പേരോ ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേരോ ഞാനിവിടെ പറയുന്നില്ല. ഈ ഒരു സുഹൃത്തിനെ നമുക്ക് അജിത എന്ന് വിളിക്കാം. ഈ ഒരു അനുഭവം നടക്കുന്ന സമയത്ത് അജിത ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ അജിതയ്ക്ക് തനിച്ച് ഒരു മുറിയാണ്. ആ മുറിയിലാണ് പഠിപ്പെല്ലാം കഴിഞ്ഞ് അവൾ കിടന്നുറങ്ങുന്നത്. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളെല്ലാം വന്നു തുടങ്ങി. അത്രയും നാളും തനിച്ച് കിടന്ന ആ റൂമിൽ അവൾക്ക് തനിയെ കിടക്കാൻ ഭയമായി തുടങ്ങി. കാരണം രാത്രിയിൽ അവൾ ഭയപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. ഇതൊരു സാധാരണ കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നും. എങ്കിൽ അങ്ങനെയല്ല. അവൾ കാണുന്ന സ്വപ്നമെല്ലാം ഒരേപോലത്തെയാണ്. ഇന്ന് കണ്ട അതേ സ്വപ്നം തന്നെയാണ് നാളെയും കാണുന്നത്, അതും ഭയപ്പെടുത്തുന്നത്. അവൾ മുറിയിൽ തനിയെ കിടന്നുറങ്ങുമ്പോൾ ഒരു കറുത്ത രൂപം അവളുടെ മുറിയുടെ ഒരു മൂലയിൽ നിന്നും പതിയെ എണീറ്റ് വരുന്നു. ആ രൂപത്തിന് നിറയെ മുടികളുണ്ട്. മാത്രമല്ല കറുത്ത് ഇരുണ്ട് ചുവന്ന കണ്ണുകളുള്ള രൂപം. ആ രൂപം അവളുടെ അടുത്ത് വന്ന് അവളുടെ കഴുത്ത് ഞെരിക്കാൻ നോക്കുന്നു. ഇതേ സ്വപ്നം തന്നെയാണ് ദിവസവും അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം അവൾ വീട്ടിൽ അമ്മയോട് പറഞ്ഞു. ഇതെല്ലാം നിൻ്റെ തോന്നലാണ്, സ്വപ്നം കാണാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതിയെന്ന് അമ്മയും പറഞ്ഞു. അവളും അതെല്ലാം ചെയ്തെങ്കിലും ഇതേ സ്വപ്നം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇത് മകളുടെ മാനസിക നിലയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അച്ഛനും അമ്മയും അവളെ അവളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കുറേ പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം അവിടുത്തെ തിരുമേനി ഒരു കാര്യം പറഞ്ഞു. കുറച്ച് നാളുകളായിട്ട് ഈ കുട്ടിയുടെ ദേഹത്തിൽ കയറാനായി ഒരാത്മാവ് വല്ലാതെ ശ്രമിക്കുന്നുണ്ടെന്നാണ് ആ ഒരു തിരുമേനി പറഞ്ഞത്. ഇതെല്ലാം കേട്ടപ്പോൾ അവരുടെ വീട്ടുകാർക്കും അവൾക്കും വലിയൊരു ഷോക്കാണ് ഉണ്ടായത്. ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നും അവരും ചിന്തിച്ചു. അവളുടെ മനസ്സിനെ കുറിച്ച് സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വീട്ടുകാർ അവളെ ആ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഇതെല്ലാം കേട്ടപ്പോഴേക്കും എല്ലാവരുടെയും മാനസികാവസ്ഥ വല്ലാതെ മോശമായിരുന്നു. അവളുടെ റൂമിനോട് തൊട്ട് ചേർന്നാണ് വീട്ടിലെ പൂജാമുറി. അതുകൊണ്ട് ആ ഒരു ശക്തി കൊണ്ടാണ് അവളെ ആ ആത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. ഇത്രയും നാളില്ലാതിരുന്ന ആ ഒരു ദുസ്വപ്നങ്ങൾ പെട്ടെന്ന് വന്നതിൻ്റെ കാരണമാണ് ആ ഒരു തിരുമേനിക്കും മനസ്സിലാവാതിരുന്നത്. അപ്പോഴാണ് അജിത ആ തിരുമേനിയോട് ഒരു കാര്യം പറയുന്നത്. ഈ ഒരു ദുസ്വപ്നം കൊണ്ടു തുടങ്ങുന്നതിനും ഒരാഴ്ച മുമ്പ് അജിത അവളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവളും മറ്റ് 3 സുഹൃത്തുക്കളും. അന്ന് ആ സുഹൃത്തിൻ്റെ വീട്ടിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ കൂട്ടുകാരെല്ലാവരും കൂടി കുറച്ച് ഫണ്ണാക്കാൻ വേണ്ടി ഓജോ ബോർഡ് കളിക്കാമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ വളരെ ഫണ്ണായിരിക്കും, പക്ഷെ അതിൻ്റെ അവസാനം ഒട്ടും ഫൺ തന്നെ ആയിരിക്കില്ല. അതൊരു അസമയമോ രാത്രിയോ ഒന്നുമായിരുന്നില്ല, സാധാരണ ഒരു പകൽ ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒരു മുറിയിൽ കയറി ഇരുട്ടത്ത് ഡോർ അടച്ചിരുന്നു. എന്നിട്ട് ഓജോ ബോർഡിലെ കളങ്ങൾ ഇവർ തന്നെ യൂട്യൂബിൽ നോക്കി എഴുതിയുണ്ടാക്കി. അജിതയുടെ ഈ ഒരു സുഹൃത്ത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ മെഴുകുതിരി ഉണ്ടായിരുന്നു. അവരൊരു മെഴുകുതിരിയും കത്തിച്ച് വെച്ച് കളി ആരംഭിച്ചു. അച്ഛൻ്റെ മേശയിൽ നിന്നും 1 രൂപ കോയിനും എടുത്ത് അവർ ആ ഒരു കളത്തിൽ വെച്ചു. അങ്ങനെ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നും പറഞ്ഞ് അവർ കളി ആരംഭിച്ചു. കളിയെല്ലാം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കളത്തിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ അവർ ആ കളിയെല്ലാം മതിയാക്കി പോയി. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലെത്തി അവൾ ഭക്ഷണമെല്ലാം കഴിച്ച് റൂമിൽ കിടന്നുറങ്ങി. അന്ന് രാത്രി മുതലാണ് അവൾക്ക് ഈ ഒരു
സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയത്. ഇതെല്ലാം കേട്ട ആ ഒരു തിരുമേനി ജപിച്ച ഒരു മന്ത്രചരട് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ കൂടെ കളിച്ച കൂട്ടുകാരികളോടും ഇതുപോലുള്ള പേടി സ്വപ്നങ്ങൾ കാണാറുണ്ടോ, അല്ലെങ്കിൽ അതിനുശേഷം കണ്ടിരുന്നോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി അന്ന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ അവൾ വിളിച്ചു. ഇങ്ങനെയൊരു സംഭവം അവരോട് ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി അതെ എന്നായിരുന്നു. അത് കേട്ടപ്പോഴും അവൾക്ക് വല്ലാതൊരു ഷോക്കാണ് ഉണ്ടായത്. ഇതെല്ലാം കേട്ടപ്പോൾ അവൾ അവരോട് അമ്പലത്തിൽ പോയതും തനിക്കുണ്ടായ സ്വപ്നങ്ങളും ആ ഒരു തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോഴും മറ്റു സുഹൃത്തുക്കൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമുണ്ടായില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം അന്ന് അവരെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺ സുഹൃത്ത് മരണപ്പെടുകയുണ്ടായി, ഒരു ആക്സിഡൻറ്റിൽ. അതിനുശേഷം അവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ പ്രേത സ്വപ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ കാരണം അന്ന് അവർ കളിച്ച ഓജോ ബോർഡാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ സുഹൃത്ത് മരണപ്പെട്ടതും ഇവരെല്ലാവരും വളരെ തളർന്നു. മാത്രമല്ല വല്ലാതെ ഭയപ്പെട്ടു. കാരണം അടുത്തത് തങ്ങളിൽ ഒരാളാണെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. ആ ഒരു മരണത്തിന് ശേഷം അവരുടെ ലൈഫിലേക്ക് പേടി സ്വപ്നങ്ങളൊന്നും വന്നിരുന്നില്ല. മാത്രമല്ല അതിനുശേഷം വേറെ ആർക്കും അപകടങ്ങൾ ഒന്നും തന്നെ പറ്റിയില്ല. പക്ഷേ ആ ഒരു സുഹൃത്തിൻ്റെ മരണം അവരുടെ ജീവിതത്തിൽ വല്ലാതെ ബാധിച്ചു. ഏകദേശം 3-4 മാസങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഒരു നോർമൽ ലൈഫിലേക്ക് വന്നത് തന്നെ. അന്ന് ഒരു ഫണ്ടിന് വേണ്ടി അങ്ങനെയൊന്നും കളിക്കണ്ടായിരുന്നു എന്നാണ് അജിത ഇപ്പോഴും പറയുന്നത്. കാരണം അവർക്ക് നഷ്ടമായത് അവരുടെ ഏറ്റവും ഉറ്റ ഒരു ചങ്ങാതിയെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടും പറയുന്നത്, ഫണ്ടിന് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം ഒരു ഫണ്ണായി എന്ന് വരില്ല. ഈ ഒരു അനുഭവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു ഭയം തോന്നുന്നുണ്ടോ? ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ടോ? അതോ ചെയ്ത് നോക്കരുത് എന്നാണോ? ഇതെല്ലാം നടന്ന് ഒരുപാട് വർഷമായെങ്കിലും ആ ഒരു പെൺകുട്ടിക്ക് ഇതൊന്നും മറക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരം അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും നിങ്ങൾ മെസ്സേജ് അയക്കണം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID നെയിമും മല്ലു ഗോസ്റ്റ് ഹണ്ടർ എന്ന് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.